ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ട്രെൻഡി ആയിട്ടുള്ള സൂപ്പർ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. എല്ലാവരും ട്രൈ ചെയ്തതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അതിനായിട്ട് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ബാസ്കിൻ റോബിൻസിൻ്റെ ക്യാരമൽ ക്യാൻഡി എന്നൊരു ഫ്ലേവറാണ്. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. ഇനി അടുപ്പത്ത് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നീളത്തിൽ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ആ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ഒന്നും ആവണ്ട. ഈ ഒരു ഷെയ്ഡിൽ ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്കതിന് മേളിലേക്ക് ശർക്കര ചേർക്കാം. എൻ്റെ കയ്യിൽ ശർക്കര ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചിരകിയ നാളികേരം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. സംഭവം കഴിഞ്ഞു കേട്ടോ. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. നല്ല മണമൊക്കെ വരും കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഡിഷ് ട്രൈ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഇത് ഹിറ്റാക്കൂലല്ലോ, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത് കഴിച്ചിട്ട് ഇഷ്ടമാവില്ലല്ലോ. എന്താണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. ഏത് ഒക്കേഷൻസിലും ഇതൊരു സ്പെഷ്യൽ ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ മക്കളുടെ വയറും നിറയും. അപ്പോൾ എന്താണെങ്കിലും സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കി നോക്കുന്നതിൽ ഒരു നഷ്ടമില്ല കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.